ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ഇതുവരെ മാറിയിട്ടില്ല, എൻ്റെ കോൾഡ് ഇതുവരെ മാറിയിട്ടില്ല. അത് സംഭവം ചെറിയ പനിയും കോൾഡും ഒക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്നും പോയൊക്കെ ആയിരിക്കുകയാണ്. സോ അതാണ് എൻ്റെ വോയിസ് അത്ര ക്ലിയർ അല്ലാത്തത്. ബട്ട് സ്റ്റിൽ ഞാൻ ഇന്നൊരു റിവ്യൂ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ ജെന്യുവൻ റിവ്യൂ ആണ്. ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം ചെയ്യുന്നത് ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ മാത്രമേ ഉള്ളൂ. അതായത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് മാത്രം, നോട്ട് ഈവൻ അതേഴ്സ്. എൻ്റെ സെൽഫ് എക്സ്പീരിയൻസ് വെച്ച് പറയുന്ന റിവ്യൂസ് ആണ് എല്ലാം. അപ്പം അങ്ങനെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ബിക്കോസ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഈ പ്രോഡക്റ്റ് ഞാൻ ലൈക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ നോക്കി നടന്ന ഒരു പ്രോഡക്റ്റാണ്. കാരണം എനിക്ക് ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട്, ഈ ചുണ്ട് കടിക്കാറുണ്ട്. ഇങ്ങനെ ഞാൻ കടിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ക്യൂരിയസ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഞാൻ നെർവസ് ആവുമ്പോൾ, അല്ലെങ്കിൽ പേടിക്കുമ്പോൾ, അങ്ങനെ പാനിക്കായിട്ടുള്ള സിറ്റുവേഷൻ, അപ്പോഴെല്ലാം എല്ലാവരും നഖം കടിക്കുന്ന പോലെ തന്നെ ഞാൻ ചുണ്ട് കടിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പം ഗ്രാജുവലി എൻ്റെ ചുണ്ട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഫുള്ള് ഡാർക്കായി, ഫുള്ള് ബ്ലാക്കായി. അപ്പം പിന്നെ ഞാനൊരു ഇച്ചിരി ടീനേജൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ബ്യൂട്ടി കോൺഷ്യസ് ആയി തുടങ്ങുമ്പോഴല്ലേ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങുകയുള്ളൂ. ഇത് കുഞ്ഞിലേ പോലെയുള്ള ശീലം കേട്ടോ ചുണ്ട് കടിക്കുന്നത്. അപ്പം ഞാൻ ലിപ് ബാംസ്, കുറേ ലിപ് ട്രീറ്റ്മെൻറ്റ് ബാംസ് ഒക്കെ ഞാൻ തപ്പി നോക്കി. ഞാൻ കുറേ പൈസ മുടക്കി ഒത്തിരി വലിയ വലിയ ബ്രാൻഡ്സ് ഒക്കെ വാങ്ങിച്ചൊക്കെ ഞാൻ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ട്രൈ എന്ന് വെച്ചാൽ ലിപ് ലൈറ്റനിങ് വേണ്ടി ഉള്ള ലിപ് ബാംസ് തന്നെ ഞാൻ എല്ലാം ട്രൈ ചെയ്തത്. എന്തൊക്കെയുണ്ടല്ലോ മാർക്കറ്റ്, ദേഗയുണ്ട്, പിന്നെ നയൻതാരയുടെ ഉണ്ട്, അങ്ങനെ ഏതാണ്ടൊക്കെ ബീട്രൂട്ടിന്റെ, അങ്ങനെ ലൈക്ക് ആയുർവേദിക്, ഹെർബൽ, എല്ലാ സംഭവം ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. ബട്ട് നത്തിങ് വർക്ക് ഫോർ മീ. ബിക്കോസ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ട്രൈ ചെയ്ത് നോക്കുന്ന ഒരാളും കൂടെ, എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും എനിക്കറിയാം ഒറ്റ ദിവസം കൊണ്ട് മാറ്റം സംഭവിക്കത്തില്ല എന്ന്. സോ ഐ വാസ് ട്രൈയിങ് ഫോർ എ ലോങ് ടേം ഓൾസോ. ലൈക്ക് ഐ ട്രൈഡ് ഫോർ എ മന്ത്, ബട്ട് സ്റ്റിൽ ഇഫ് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഞാനത് മാറ്റാറുണ്ട്. ലൈക്ക് എനിക്ക് വർക്ക് ആയില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ച് മാറ്റുന്ന ഒരു ശീലമാണ്. സോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത കൂട്ടത്തിൽ ഞാൻ ഒത്തിരി ലിപ് ബാംസ് ട്രൈ ചെയ്തു കേട്ടോ. ഞാൻ കുറേയൊക്കെ കളഞ്ഞു, ബട്ട് എൻ്റെ കയ്യിൽ ഇപ്പം ചിലതൊക്കെ ഉണ്ട്. ലൈക്ക് ഇത് ബയോട്ടിക്കിൻ്റെ ഒരു ലിപ് ബാമാണ്, ബയോട്ടിക്കിൻ്റെ ലിപ് ലൈറ്റനിങ്. ഇത് ഞാൻ ട്രൈ ചെയ്തു. പിന്നെ ലൈക്ക് ദിസ് ഇസ് ഫ്രം വെസ്റ്റ് സൈഡ്, അതൊക്കെ ഞാൻ ട്രൈ ചെയ്തതാ. പിന്നെ ദിസ് ഇസ് അഗെയിൻ ഫ്രം വെസ്റ്റ് സൈഡ്. പിന്നെ ഇതൊക്കെ കുറേ ലിപ് ലൈറ്റനിങ് എന്ന് കാണുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട ലിപ് ട്രീറ്റ്മെന്റ് ബാം എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. സോ ഇതൊക്കെ ഞാൻ ഒത്തിരി പൈസ കൊടുത്ത് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് എനിക്കൊന്നും വർക്കായിട്ടില്ല കേട്ടോ. അതാണ് സത്യം. ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള കാര്യം പറയാം. ബിക്കോസ് ഞാൻ ഒരുപാട് സഫർ ചെയ്ത ആളാണ്. എൻ്റെ ഇപ്പോഴത്തെ ചുണ്ട് കണ്ടോ, ഈ ചുണ്ട് കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ വേറെ ലിപ്സ്റ്റിക്ക് വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതാണ് എൻ്റെ എന്നുവെച്ചാൽ ഞാൻ യൂസ് ഇപ്പോഴും ഞാൻ ചുണ്ട് കടിക്കുന്ന ഒരാൾ തന്നെയാണ്. കാരണം നമുക്ക് ചില ശീലങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ലല്ലോ. ചുണ്ട് കടിക്കുന്ന ഒരാൾ തന്നെയാണ്. ബട്ട് ഓൺലി ദിസ് ലിപ് ബാം ഹെൽപ്സ് മീ. അപ്പോൾ ചില സമയത്ത് ഞാൻ ഓർക്കാതെ നമ്മളങ്ങ് ചുണ്ട് കടിച്ചു പോകും, പിന്നെ അത് ഡാർക്ക് ആവും, അങ്ങനെയാണ്. പിന്നെ എനിക്ക് വേറൊരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ള ഒരു ശീലം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം നേരത്തെ ഞാൻ ലിപ് ബാം യൂസ് ചെയ്യത്തില്ലായിരുന്നേ. അപ്പം അത് ചെയ്യുമ്പം ഗ്രാജുവലി നമ്മുടെ ലിപ്പ് വീണ്ടും ഡ്രൈ ആവുമ്പോൾ ഞാൻ ഈ കടിക്കുന്ന ശീലം കൂടെ ഉള്ളതും കൊണ്ട് അത് കൂടുതൽ ഒന്ന് ഡാർക്ക് ആവും എന്നല്ലാതെ എനിക്കൊന്നും ഹെൽപ്പ് ചെയ്തില്ലായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ലിപ് ബാമും ട്രൈ ചെയ്ത് ലാസ്റ്റിലാണ് ഞാൻ ഈ ഒരു സംഭവം. ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി എ മിറക്കിൾ ഫോർ മീ. SPF 30യുടെ ദി ഡെർമാകോ എന്ന് പറഞ്ഞ ഒരു ലിപ് ബാമാണ് ഇത്. ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു ഒറ്റ ലിപ് ബാമേ വർക്ക് ആവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇത് വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ഞാൻ ആമസോണിൽ വാങ്ങിക്കുന്നതാണ്, എപ്പോഴും ഓഫറിൽ വാങ്ങിക്കുന്നതാണ്. ഇത് മാത്രമല്ല, ഇതൊക്കെ ഞാൻ തീർത്തതാകണ്ടോ. ഒരിക്കലും ഞാൻ നല്ല ലിപ് ബാം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് തീർക്കാറേ ഇല്ല. ഇതൊക്കെ ഞാൻ തീർത്തതാണ്. അത്ര ഞാൻ ലിപ് ബാം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എന്നും
ലൈക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ലിപ് ബാം എപ്പോഴും ഇടുന്ന ശീലമുള്ള ആളാണെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ നിങ്ങൾ ലിപ് ബാം ഇടുമോ അതിന് പകരം ഈ ലിപ് ബാം ഇട്ടാൽ മതി. അതിൽ പ്രത്യേകിച്ച് ടൈമൊന്നും നിങ്ങൾക്ക് വേണ്ട. ബട്ട് ഞാൻ എന്നും രാത്രി ഇടാറുണ്ട്. കിടക്കുമ്പോൾ ഞാൻ എന്നും ഈ ലിപ് ബാം ഇട്ടിട്ടാണ് ഞാൻ കിടക്കാറുള്ളത്. കാരണം നമ്മൾ AC യിലൊക്കെ കിടക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചുണ്ട് ഡ്രൈ ആവും. സോ ഞാൻ ഈ ലിപ് ബാം ഇട്ടിട്ടാണ് ഞാൻ എന്നും കിടക്കാറുള്ളത്. നിങ്ങൾ ഈ ഒരു ലിപ് ബാം ട്രൈ ചെയ്ത് നോക്കൂ. ഈ ലിപ് ബാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലിപ്പ് ലൈക്ക് എന്താ പറയാ, ഒരു 1 വീക്കൊക്കെ നിങ്ങൾ യൂസ് 1 വീക്ക് പോലും ഇല്ല കേട്ടോ, ലെസ് ദാൻ ദാറ്റ്. അതിന് മുമ്പേ നിങ്ങൾക്ക് ഡിഫറൻസ് എന്തായാലും മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ ഈ ചുണ്ടില് ഞാനിപ്പോൾ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഈ ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമുക്ക് പിന്നെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഈ ലിപ് ബാം ഇടുന്നോണ്ട് ലിപ്പ് പിങ്ക് ആവോ അല്ലെ ടിൻറ്റഡ് ആ ഒരു ഗ്ലോയോ അല്ലെ മറ്റേ പ്ലംപ് ലുക്കോ അതൊന്നും വരത്തില്ല കേട്ടോ. ഈ ഒരു ലിപ് ബാം നിങ്ങൾക്ക് ലിപ്പ് ലൈറ്റൻ ചെയ്യാൻ മാത്രമേ യൂസ് ആവുള്ളൂ. നിങ്ങൾക്ക് ഡാർക്ക് ലിപ്സ് ഉണ്ട്, ഡാർക്ക് ലിപ്സ് മാറി നിങ്ങൾക്ക് ലിപ്പ് ലൈറ്റനിങ് മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 100% യു ക്യാൻ ഗോ ഫോർ ദിസ് ലിപ് ബാം. ബിക്കോസ് ഞാൻ ഇതിപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതിന് മുമ്പേ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നമുക്ക് ചില സ്ഥലത്തൊക്കെ പോയാൽ നമുക്ക് ഈ പറയുന്ന പോലെ എല്ലായിടത്തും നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് പോകാൻ പറ്റത്തില്ല. ചില സ്ഥലത്ത് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് പോയി കഴിഞ്ഞാൽ ലൈക്ക് ഓരോരോ സിറ്റുവേഷൻ ഓരോരോ ഡ്രസ്സിങ് അതിനനുസരിച്ചല്ലേ നമുക്ക് ലിപ്സ്റ്റിക്കും മേക്ക് ഓവർ ഒക്കെ ചെയ്യാം. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്ന സ്ഥലത്ത് ഞാൻ ലിപ് ബാം മാത്രമായിരുന്നു നേരത്തെ ഇടുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ ഒന്നാമത് ഞാനിപ്പോൾ ഈ കണ്ടുകഴിഞ്ഞാൽ ബ്രൗൺ സ്കിന്നാണ്. അപ്പോൾ നമ്മുടെ ലിപ്പും കൂടെ ഡാർക്ക് ആകുമ്പോൾ നമുക്കൊരു ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല. നമ്മുടെ ലുക്കിന് നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാതെ വരുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടി തുടങ്ങിയത്. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഏത് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാലും ഞാൻ ഈ ഒരു ലിപ് ബാം ഇട്ടിട്ടേ ഇടുകയുള്ളൂ കേട്ടോ. ഈ ഒരു ലിപ് ബാം ഇട്ട് ഞാൻ എൻ്റെ ലിപ്പ് പ്രൊട്ടക്ട് ചെയ്തിട്ട് മാത്രമേ എന്ത് ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലിട്ടാലും ഞാൻ ഇടുകയുള്ളൂ. അത് മാറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ക്രീം ലിപ്സ്റ്റിക് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേച്ചാലും മായ്ച്ചാലും ലിപ്സ്റ്റിക് അങ്ങ് പോകും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഇതും അങ്ങ് പോകും. ഇപ്പം മാറ്റ് ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിൽ അതങ്ങനെ ലൈക്ക് സ്മച്ച് പ്രൂഫ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ വർക്ക് വെൽ. ലിപ്സ്റ്റിക് ഇടുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ലിപ് ബാം മാത്രം മതി. നിങ്ങളുടെ ലിപ്പ് ലൈറ്റനായി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക് നിങ്ങളുടെ ലിപ്പിന് കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒത്തിരി ലിപ് ബാംസ് ട്രൈ ചെയ്ത് എനിക്കൊന്നും വർക്ക് ആവാതെ ഞാൻ അവസാനം വന്ന് എത്തിപ്പെട്ടതാണിത്. അപ്പം എനിക്ക് ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിൽ ഞാൻ നോക്കുമ്പോഴേ, ഞാൻ പണ്ട് തെരഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് പക്ഷെ ഒരുപാട് പ്രോഡക്ട്സിന്റെ റിവ്യൂ ഒക്കെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് പെയ്ഡ് റിവ്യൂ ആണോ ശരിക്കും അവർക്ക് റിസൾട്ട്സ് വന്നതാണോ എനിക്കറിയത്തില്ല കേട്ടോ. ബട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്കൊന്നും വന്നില്ല. എന്നെ ഇത് പെയ്ഡ് റിവ്യൂ അല്ല, ഒന്നുമല്ല, ജെന്യൂൻ ആയിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഈ ഒരു ലിപ് ബാം വാങ്ങിച്ച് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ലിപ്പ് പിന്നെ കളർ എന്ന് വെച്ചാൽ പിങ്ക് കളറോ റെഡ് കളറോ അങ്ങനെയൊന്നും ഉദ്ദേശിക്കരുത്. ഡാർക്ക് കളർ കംപ്ലീറ്റ് മാറും. എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ഈ ചുറ്റി ഉണ്ടാകുന്ന ഡാർക്ക് കളറും ഈ ചുണ്ടിൽ ഇവിടെ ഉണ്ടാകുന്ന ഡാർക്ക് കളറും ഇവിടെ ഉണ്ടാകുന്ന ഡാർക്ക് കളർ ഒക്കെ മാറിക്കിട്ടും നിങ്ങൾക്ക്. ട്രസ്റ്റ് മീ, നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ. പിന്നെ ഇത് SPF 13 കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. കേരളത്തിലെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ഇപ്പം നല്ലതാണ്. കാരണം ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേരളത്തിൽ ഇപ്പം ഭയങ്കര ചൂടും ചെന്നൈയിൽ ഭയങ്കര തണുപ്പുമായി. എൻ്റെ മമ്മി ഇന്നലെ വിളിച്ചപ്പോൾ മമ്മി പറയാം അവിടെ ഭയങ്കര തണുപ്പാണ്, വൈകുന്നേരം രാവിലെയൊക്കെ ഭയങ്കര മഞ്ഞാണെന്ന്. ഞാൻ ഓർത്ത് പണ്ട് അവിടെ ആയിരുന്നു ഭയങ്കര ചൂട്, ഇവിടെ ആയിരുന്നു നല്ല ക്ലൈമറ്റ്. ഇപ്പം നേരെ ഉൾട്ടായി, വൈസ് വേഴ്സ ആയി. എന്താ സംഭവിക്കുന്നതൊന്നും അറിയത്തില്ല. സോ നമ്മുടെ സ്കിന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ലിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ലിപ്പ് കെയറിന് വേണ്ടി ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണിത് കേട്ടോ. കുറച്ച് ലെങ്തി ആയിപ്പോയി, സോറി അബൌട്ട് ദാറ്റ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും മാറ്റി വെച്ചാൽ മതി കേട്ടോ. കേൾക്കാനുള്ളത് കാണും. സോ ട്രൈ യൂസിങ് ദിസ് ആൻഡ് കമൻറ്റ് ഇഫ് ഇറ്റ് വർക്ക്സ് ഫോർ യു. ഓക്കെ, താങ്ക് യു, ബൈ. ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ലെങ്തി വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ വോയിസ് ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഒരു കണ്ടന്റ് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഐ വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക് സൂൺ വിത്ത് a good video. Okay, thank you guys, bye bye.